എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി വെൽക്കം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മീഡിയനും അരിത്തമെറ്റിക് മീനും ഒക്കെ വെച്ചുകൊണ്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻ ലെവലിലുള്ള പ്രോബ്ലംസ് ആണ് പഠിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി തലത്തിലുള്ള എക്സാമിനൊക്കെ വരാൻ സാധ്യതയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. കുറച്ച് നിങ്ങൾ ആലോചിച്ച് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിനകത്തുണ്ട്. നേരിട്ട് ഡയറക്റ്റായിട്ട് ഫോർമുല അപ്ലൈ ചെയ്യുന്നതിന് പകരം നമുക്ക് കുറച്ച് കാൽക്കുലേഷൻ കൂടുതൽ വരുന്ന ടൈപ്പ് പ്രോബ്ലമാണ്. അപ്പോൾ വളരെ ശ്രദ്ധയോടെ തന്നെ ക്ലാസ് കണ്ട് കേട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മിസ്സിംഗ് ഫ്രീക്വൻസി ഇഫ് അരിത്തമാറ്റിക് മീൻ ഈസ് 28. നമുക്കിവിടെ അരിത്തമാറ്റിക് മീൻ തന്നിട്ടുണ്ട്, അതിൻ്റെ വാല്യൂ 28 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മിസ്സിംഗ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ പറയുന്ന ക്ലാസ് ഇൻ്റർവലും അതിൻ്റെ ഫ്രീക്വൻസീസും അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഒരെണ്ണം മിസ്സിംഗ് ആണല്ലേ, ഒരു ഫ്രീക്വൻസി ഇവിടെ തന്നിട്ടില്ല, ബാക്കിയെല്ലാം നൽകിയിട്ടുണ്ട്. ക്ലാസ് ഇൻ്റർവൽ നൽകിയിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഓൾസോ ഫൈൻഡ് മീഡിയൻ. ഈ മിസ്സിംഗ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചതിന് ശേഷം ഈ ഒരു ക്ലാസ് ഇൻ്റർവലും അതോടൊപ്പം തന്നെ പൂർണ്ണമായിട്ടുള്ള ഈ ഫ്രീക്വൻസി ഉൾപ്പെടെ എടുത്തുകൊണ്ട് നമ്മളോട് മീഡിയനും കണ്ടുപിടിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അരിത്തമാറ്റിക് മീൻ തന്നതിന് ശേഷം അതിനുശേഷം നിങ്ങൾക്ക് മിസ്സിംഗ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ അരിത്തമാറ്റിക് മീൻ കണ്ടുപിടിക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന ആ ഒരു ടേബിൾ നമ്മളിവിടെ ഇങ്ങോട്ട് എഴുതുക. അതായത് നമുക്ക് ക്ലാസ് ഇൻ്റർവൽ നൽകിയിട്ടുണ്ട്, അതിൻ്റെ മിഡ് വാല്യൂ എക്സ് ആയിട്ട് നമ്മൾ എടുക്കും. കാരണം കണ്ടിന്യൂസ് സീരീസ് ആയതുകൊണ്ട് അതിൻ്റെ ക്ലാസ് ഇൻ്റർവലിൻ്റെ മിഡ് വാല്യൂ ആണ് നമ്മൾ എക്സ് ആയിട്ട് എടുക്കേണ്ടത് അല്ലേ. അത് 0-ൻ്റെയും 10-ൻ്റെയും ഇടയ്ക്കുള്ള വാല്യൂ 5, 10-ൻ്റെയും 20-ൻ്റെയും ഇടയ്ക്കുള്ള മിഡ് വാല്യൂ 15. ആ രീതിയിൽ നമ്മൾ മിഡ് വാല്യൂ എടുക്കുന്നു. ഇതാണ് എക്സ്. അതിനുശേഷം തന്നിരിക്കുന്ന ഫ്രീക്വൻസി അതേപടി നമ്മൾ എഴുതുകയാണല്ലേ, 12, 18, 27. അപ്പോൾ നമ്മൾ ഇല്ലാത്ത ആ ഒരു മിസ്സിംഗ് ആയിട്ടുള്ള ഇവിടെ ഒരു കോളം വരുമ്പോൾ നമ്മൾ എന്ത് എഴുതും, എക്സ് എന്ന് ഇവിടെ കാണിക്കും അല്ലേ, എക്സ് എന്ന് കാണിക്കുന്നു. ഇനി എഫ് എക്സ് കണ്ടുപിടിക്കുന്നു. അതായത് എക്സ് ഇൻറ്റു എഫ് ആണ് എഫ് എക്സ് അല്ലേ. 5 × 12 60, 15 × 18 270. ആ രീതിയിൽ നമ്മൾ എഫ് എക്സും കണ്ടുപിടിക്കുന്നു. അപ്പോൾ നമ്മൾ അരിത്തമാറ്റിക് മീൻ കണ്ടുപിടിക്കുമ്പോൾ കണ്ടിന്യൂസ് സീരീസിന് അരിത്തമാറ്റിക് മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണല്ലേ, എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ എന്നാണല്ലേ. അപ്പോൾ അതിനാവശ്യമായിട്ടില്ല നമുക്ക് സിഗ്മ എഫ് എക്സ് ഉണ്ട്, നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. സിഗ്മ എഫ് എക്സ് നമ്മളിവിടെ കണ്ടുപിടിച്ചു. നമ്മൾ എൻ കണ്ടുപിടിക്കണം. എന്നു വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻസിയുടെ ടോട്ടലാണല്ലേ, ഈ ഫ്രീക്വൻസിയുടെ ടോട്ടലാണ്. അപ്പോൾ ഇവിടെ ഒരു ഐറ്റം എക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടോട്ടൽ കണ്ടുപിടിക്കുമ്പോൾ ബാക്കിയെല്ലാം കൂട്ടുക. 12, 18, 27, 17, 6 എല്ലാം കൂട്ടുമ്പോൾ നമുക്ക് 80 കിട്ടും. 80 പ്ലസ് എക്സ് അല്ലേ, 80 പ്ലസ് എക്സ് എന്ന് പറഞ്ഞ് നമ്മളിവിടെ എഴുതി വയ്ക്കുക. എൻ ഈസ് ഈക്വൽ ടു 80 പ്ലസ് എക്സ്. അതായത് 80യുടെ കൂടെ നമ്മൾ അറിയാത്ത ഈ ഒരു എക്സ് എന്ന് പറയുന്ന ഫ്രീക്വൻസിയുടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എൻ കിട്ടുക. അപ്പോൾ 80 പ്ലസ് എക്സ് നമ്മൾ എഴുതി വയ്ക്കുക. അതുകൂടാതെ നമുക്ക് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എഫ് എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി 35നെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 35 എക്സ് എന്നായിരിക്കും ഇവിടെ വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെയും ഇതുപോലെ തന്നെ നമ്മൾ ടോട്ടൽ എടുക്കുമ്പോൾ സിഗ്മ എഫ് എക്സ് കണ്ടുപിടിക്കുമ്പോൾ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ ആഡ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് അപ്പോൾ 2100 കിട്ടും അല്ലേ. 2100 പ്ലസ് 35 എക്സ് എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് പ്ലസ് ഇട്ട് നമ്മളിവിടെ എഴുതി വയ്ക്കുന്നു. അതിനുശേഷം നമ്മൾക്ക് അരിത്തമാറ്റിക് മീൻ തന്നിരിക്കുന്ന അരിത്തമാറ്റിക് മീൻ 28 ആണ് അരിത്തമാറ്റിക് മീൻ എന്നുള്ളത് ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ എക്സ് ബാർ നമുക്ക് നൽകിയിട്ടുണ്ടല്ലേ, ഈ ഒരു ഇക്വേഷനിൽ എക്സ് ബാർ ആണ് 28. അപ്പോൾ 28 ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇതാണ് സിഗ്മ എഫ് എക്സ് അല്ലേ. അപ്പോൾ 2100 പ്ലസ് 35 എക്സ് നമ്മൾ എഴുതും, ഡിവൈഡഡ് ബൈ എൻ എന്ന് വെച്ചാൽ എന്താണ് 80 പ്ലസ് എക്സ് അല്ലേ. അപ്പോൾ സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ 80 പ്ലസ് എക്സ് അല്ലേ. അപ്പോൾ അങ്ങനെ എഴുതിയതിന് ശേഷം ഇതിൽ നിന്നാണ് നമ്മൾ ഇനി എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോകുന്നത്. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ഈക്വൽ ടു സൈൻ്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മാറ്റിക്കൊണ്ട് നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടെത്താൻ ശ്രമിക്കാം. ഇവിടെ ആദ്യം തന്നെ നമുക്ക് ഇവിടെ 80 പ്ലസ് എക്സ് ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണല്ലേ. ഇതിനെ നമുക്ക് ഈ ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് മാറ്റുമ്പോൾ എന്താകണം, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യണം. അതായത് 28 × 80 പ്ലസ് എക്സ് എന്ന് വരും. അതാണ് ഈ കാണുന്നത് 28 × 80 പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 2100 പ്ലസ് 35 എക്സ് അല്ലേ. ഇവിടെ കിടക്കുന്ന 2100 പ്ലസ് 35 എക്സ് എന്നുള്ളത് ഇവിടെ തന്നെ ഇടുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് നോക്കുക, ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. 28 × 80 പ്ലസ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 28നെ 80 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ദെൻ 28നെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അങ്ങനെയാണ് ബ്രാക്കറ്റിലുള്ള രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ആ പുറമേ കിടക്കുന്ന ഐറ്റത്തെ നമ്മൾ ബ്രാക്കറ്റിലുള്ള ആ രണ്ട് ഐറ്റം കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ 28 × 80 2240 കിട്ടും. 28 പ്ലസ് എക്സ് അല്ലേ, 28 എക്സ് പ്ലസ് 28 എക്സ് എന്ന് കിട്ടും അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഇത് വരുന്നത്. ഇനി ഇവിടെ 2100 പ്ലസ് 35 എക്സ് ഇവിടെ തന്നെ ഇങ്ങോട്ട് ഇറക്കി എഴുതി. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, ഈ 28 എക്സിന് നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. ഇവിടെയാണ് 35 എക്സ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ എക്സ് രണ്ട് സ്ഥലത്തുണ്ടെങ്കിൽ ഒരേപോലെയുള്ള സ്ഥലത്തേക്ക് അതിനെ കൊണ്ടുവരിക. അപ്പോൾ 28 എക്സിന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് 28 എക്സിന് വരും. അപ്പോൾ 35 മൈനസ് 28 എക്സിന് വരും. ഈ 2100 നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം അല്ലേ. അപ്പോൾ അവിടെ എന്ത് വരും, 2240 മൈനസ് 2100 വരും. അപ്പോൾ നമുക്ക് 2240 മൈനസ് 2100 140 35 എക്സ് മൈനസ് 28 എക്സ് എന്ന് പറയുമ്പോൾ
7x എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 150 = 7x എന്ന് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 150/7 അല്ലേ. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ 20 എന്ന് കിട്ടും. അപ്പോൾ എന്താണ് 20? എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇവിടെ നമ്മൾ എക്സിന് വാല്യൂ ഇട്ടത് ആ മിസ്സിംഗ് ഫ്രീക്വൻസി ആണല്ലേ. അപ്പോൾ മിസ്സിംഗ് ഫ്രീക്വൻസി 20 എന്ന് നമുക്കിവിടെ ലഭിച്ചു അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ഫ്രീക്വൻസി കോളം കംപ്ലീറ്റ് ആയി. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്കിനി മീഡിയം കണ്ടുപിടിക്കുന്ന തടസ്സമില്ല അല്ലേ. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 20 ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് കോളം എന്ന് പറയുന്നത് 30, 40 ആണല്ലേ അതിൻ്റെ ക്ലാസ് ഇൻ്റർവൽ. നമുക്ക് കാൽക്കുലേഷൻ ഓഫ് മീഡിയം കാൽക്കുലേറ്റ് ചെയ്യാം. മീഡിയം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? സാധാരണ ചെയ്യുന്ന പോലെ നമ്മൾ എഫ് എഴുതുന്നു. അതിനുശേഷം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണല്ലേ. മീഡിയം കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. അപ്പോൾ നമുക്ക് 12 എന്നുള്ളത് 12 എടുത്ത് എഴുതി. 12ഉം 18ഉം 30, 30ഉം 27ഉം 57. അങ്ങനെയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത് അല്ലേ. 57, 20ഉം 77 അങ്ങനെ 100 വരും അല്ലേ. അതായത് ഫ്രീക്വൻസിയുടെ ടോട്ടൽ നമ്മൾ ഈ കാണുന്ന ഈ ഫ്രീക്വൻസിയുടെ കോളം ടോട്ടൽ ചെയ്താലും നമുക്ക് ലാസ്റ്റ് ഐറ്റം കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അറിയാം, നമുക്ക് നോക്കുക, ഇവിടെ നമുക്ക് L1 പ്ലസ് മീഡിയൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് സീരീസിൽ മീഡിയൻ എന്ന് പറഞ്ഞാൽ L1 + L2 - L1 / F × M - E ആണല്ലേ. അപ്പോൾ ഈ ഒരു M ആദ്യം കണ്ടുപിടിക്കണം അല്ലേ. M കണ്ടുപിടിക്കുന്നത് n/2 ആണ്. n/2 എന്ന് പറയുമ്പോൾ 100/2 അല്ലേ. അപ്പോൾ നമുക്ക് 50 എന്ന് കിട്ടും. ഈ 50 നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കോളത്തിൽ എവിടെയാണ് വരുന്നതെന്ന് നോക്കണം. 50 എന്നുള്ളത് നേരിട്ടുള്ള ഐറ്റം ഇല്ല. 30 കഴിഞ്ഞിട്ട് 50 വരുന്നത് ഇവിടെയാണല്ലേ. അപ്പോൾ അതുകൊണ്ട് 30, 40 ആണ് മീഡിയൻ ക്ലാസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലാസ്സാണ് മീഡിയൻ ക്ലാസ്. 20, 30 അല്ലേ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഇക്വേഷനിലേക്ക് വരുമ്പോൾ അപ്പം മീഡിയം ക്ലാസ്സിൽ 20 എന്ന് പറയുന്നതാണ് L1, 30 എന്ന് പറയുന്നതാണ് L2 അല്ലേ. അതിൻ്റെ F എന്ന് പറയുന്നത് 27 ആണ്. അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി 27 ആണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നു. 50 എന്ന് പറയുന്നത് n നമ്മളിവിടെ കണ്ടുപിടിച്ചാണല്ലോ. ഇത് 50 തന്നെയാണ് ഇവിടെ വരുന്നത്. -30 അല്ലേ. C എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുമ്പത്തെ ഈ ഒരു ക്ലാസ്സിൻ്റെ, അതായത് മീഡിയം ക്ലാസ്സിൻ്റെ തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് C എന്ന് പറയുന്നത് ഇവിടെ സൂചിപ്പിക്കുക. അപ്പോൾ ആ ഒരു 30 നമ്മളിവിടെ എഴുതി. അതിനുശേഷം നമുക്കത് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് 30 - 20 എത്ര കിട്ടും? 10 കിട്ടും. 50 - 30 എത്ര കിട്ടും? 20 കിട്ടും. അപ്പോൾ ഇവിടെ 10/27 × 20 അല്ലേ. ഇത് നമ്മൾ ആദ്യം ചെയ്യണം. ഇത് ചെയ്തതിന് ശേഷം നമുക്ക് 200/27 കിട്ടുക ചെയ്യുമ്പം. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ 20ഓളം കൂട്ടുമ്പോൾ നമുക്ക് 20 + 7.41 അല്ലേ. 200/27 എന്ന് വെച്ചാൽ 7.41. പിന്നെ 20 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 27.41 കിട്ടും നമ്മുടെ മീഡിയൻ. അപ്പോൾ ഇതേ രീതിയിലാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യേണ്ടത്. മിസ്സിംഗ് ഫ്രീക്വൻസി നമ്മൾ ആദ്യം കണ്ടെത്തണം. അരിത്മെറ്റിക് മീനാണ് തന്നിരിക്കുന്നെങ്കിൽ അതനുസരിച്ചുള്ള ടേബിൾ തയ്യാറാക്കുക. അതിനുശേഷം എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് ഫ്രീക്വൻസി കോളം നമ്മൾ ഫില്ല് ചെയ്യുന്നു. പിന്നെ മീഡിയം കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള കോളം ആ ടേബിൾ തയ്യാറാക്കുക അല്ലേ. എഫും ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയൊക്കെയാണ് ഇവിടെ തയ്യാറാക്കേണ്ടത്. അതിനുശേഷം ആ ഒരു ഇക്വേഷൻ വെച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു ഐറ്റത്തിലേക്ക് അല്ലെങ്കിൽ മീഡിയൻ്റെ ആൻസറിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ മിസ്സിംഗ് ഫ്രീക്വൻസി ഇൻ ദ ഫോളോവിങ് ഡിസ്ട്രിബ്യൂഷൻ ഇഫ് n is 100 ആൻഡ് മീഡിയൻ is 30. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് n, അതായത് ഈ F എന്ന് പറയുന്ന നമ്പർ ഓഫ് സ്റ്റുഡൻസ് പറഞ്ഞ ഈ കോളത്തിൻ്റെ ടോട്ടൽ നമുക്ക് നൽകിയിട്ടുണ്ടല്ലേ. എല്ലാം കൂട്ടുമ്പോൾ കിട്ടുന്ന എമൗണ്ട് എത്രയാണ്? 100. ഫ്രീക്വൻസിയുടെ ടോട്ടൽ n നൽകിയിട്ടുണ്ട് 100 എന്നുള്ളത്. ദെൻ മീഡിയനാണ് നമുക്ക് നൽകിയിരിക്കുന്നത് 30 എന്നുള്ള മീഡിയൻ നൽകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മിസ്സിംഗ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മീഡിയൻ തന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ടേബിൾ തയ്യാറാക്കുമ്പോൾ മീഡിയൻ ആവശ്യമായിട്ടുള്ള ടേബിളാണ് തയ്യാറാക്കേണ്ടത് അല്ലേ. എക്സ് എഴുതുക. അപ്പോൾ ഇവിടെ മിഡ് വാല്യൂവിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലേ. എക്സ് ഇങ്ങോട്ട് എഴുതുന്നു. ദെൻ ഫ്രീക്വൻസി തന്നിരിക്കുന്ന ഫ്രീക്വൻസി എഴുതുന്നു. ഇവിടെ 2 ഐറ്റം, ഇവിടെ ഒരു ഐറ്റം മിസ്സിംഗ് ആണ്, ഇവിടെ ഒരു ഐറ്റം മിസ്സിംഗ് ആണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ മിസ്സിംഗ് ഐറ്റം നമ്മൾ എക്സ് എന്ന് കൊടുക്കും, രണ്ടാമത്തേന് വൈ എന്ന് പേര് കൊടുക്കും. ഇപ്പോൾ 2 മിസ്സിംഗ് ഐറ്റം ഉണ്ടെങ്കിൽ, ഫ്രീക്വൻസി 2 മിസ്സിംഗ് ഐറ്റം ഉണ്ടെങ്കിൽ ആദ്യത്തേന് എക്സ് എന്നും രണ്ടാമത്തേന് വൈ എന്നും കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം അല്ലേ. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാരണം ഇവിടെ തന്നിരിക്കുന്നത് മീഡിയനാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഈ മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ടേബിൾ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇവിടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ 10 എന്നുള്ളത് ഇങ്ങോട്ട് എടുത്തെഴുതും. 10 + x എന്ന് പറയുമ്പോൾ എത്രയാണ്? 10 + x എന്ന് തന്നെ ഇങ്ങോട്ട് എടുത്തെഴുതണം അല്ലേ. ദെൻ 10 + x + 25 എന്ന് പറയുമ്പോൾ 35 + x എന്ന് വരും. 35x + 30 എന്ന് വരുമ്പോൾ 65 + x എന്ന് വരും അല്ലേ. ഇനി നമുക്ക് ഇവിടെ വീണ്ടും മറ്റൊരു ഐറ്റം കൂടെ വരുവാണ്, y വരുവാണല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ എഴുതേണ്ടത്, അതായത് ഇവിടെ 90 എന്ന് കണ്ടെത്തിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ 65 + x + y എന്ന് എഴുതാൻ പറ്റില്ല. അങ്ങനെ എഴുതുന്നതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് ഈ താഴത്തെ ഏറ്റവും അവസാനത്തെ കോളം നമുക്ക് ഫില്ല് ചെയ്യാം അല്ലേ. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ലാസ്റ്റ് കോളം എന്ന് പറയുന്നത് എന്താണ്? n ആണല്ലേ. അതായത് ഫ്രീക്വൻസിയുടെ ടോട്ടലാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് 100 എന്നുള്ളത് നമ്മൾ ഇങ്ങോട്ടൊന്ന് എടുത്ത് എഴുതി വയ്ക്കുക. അപ്പോൾ 100 എവിടെ നിന്നാണ് കിട്ടിയത്? ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട് n 100 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ n 100 എന്നുള്ളത് നേരത്തെ എഴുതുന്നതിന് കുഴപ്പമില്ല. അങ്ങനെ 100 എഴുതിയതിന് ശേഷം നമുക്കിവിടെ വരുന്ന ഫ്രീക്വൻസി ഏതാണ്? 10 ആണല്ലേ. അപ്പോൾ 100 - 10 അങ്ങനെ നമുക്ക് ഈ 90 കണ്ടുപിടിക്കാം. അതായത് 90 + 10 100 ആ രീതിയിൽ വരുന്നല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലാസ്റ്റ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ലാസ്റ്റ് ഐറ്റം, സെക്കൻഡ് ലാസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് 100 - 10 ആയിരിക്കും അല്ലേ.
എൻ മൈനസ് തൊട്ട് ആ ഒരു ഫ്രീക്വൻസി, ലാസ്റ്റ് ഫ്രീക്വൻസി അതായിരിക്കും. അങ്ങനെ 90 എന്നുള്ള ഇവിടെ കണ്ടെത്തുന്നവർ ഓർത്തിരിക്കുക കേട്ടോ. 90 എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് അങ്ങനെ നോക്കുക. ഇനി നമുക്ക് മീഡിയൻ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള n/2 ഐറ്റം അല്ലേ, മീഡിയനാണ് ഇക്വേഷൻ തന്നിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് എത്രയാണ്, മീഡിയൻ 30 എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ അതിൻ്റെ സൈസ് മീഡിയനിൽ വരുന്ന ഇക്വേഷനിലേക്ക് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതണം. മീഡിയൻ തന്നിട്ടുണ്ട്, 30 തന്നിട്ടുണ്ട്, L1ഉം L2ഉം L1ഉം അല്ലേ, പിന്നെ ഫ്രീക്വൻസി m-e അല്ലേ. അപ്പോൾ m കണ്ടുപിടിക്കണം. അപ്പോൾ m കണ്ടുപിടിക്കാൻ വേണ്ടി n/2 ഐറ്റം അല്ലേ, അതായത് 100/2 50 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ 50 m വരുന്നത്, അത് നമുക്ക് കിട്ടി. ഇനി നമുക്ക് 50ാമത്തെ ഐറ്റം ഇവിടെ എവിടെയാണ് വന്നിരിക്കുന്നത് നോക്കുക. 50 എന്ന് വരുന്നത് ഈ 35 പ്ലസ് എക്സ് കഴിഞ്ഞിട്ട് വരുന്ന ഈ 65 പ്ലസ് എക്സിലായിരിക്കും 50 വരുന്നത് അല്ലേ. 50 എന്ന് പറഞ്ഞാൽ ഐറ്റം ഇല്ല, 65 പ്ലസ് എക്സ് ആണ് വരേണ്ടത്. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലാസ് എന്ന് പറയുന്നത് മീഡിയം ക്ലാസ് 30 - 40 ആണ്. അപ്പോൾ 30 L1ഉം 40 എന്ന് പറയുന്നത് L2 ആണ് അല്ലേ. 30 L1 40 L2 അല്ലേ. 30 ഫ്രീക്വൻസി, ഈ ഫ്രീക്വൻസിയാണത്, മീഡിയം ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി 30 എഫ്, അത് നമ്മളിവിടെ എടുത്തെഴുതി. ഇനി നമുക്ക് m - e, m എന്ന് പറയുന്നത് 50 നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, 50 എഴുതി. സി എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് കിടക്കുന്നത്, അതായത് തൊട്ട് മുമ്പത്തെ മീഡിയം ക്ലാസ്സിന് തൊട്ട് മുമ്പുള്ള ഈ ഒരു ക്ലാസ് ഇൻ്റർവെലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് അല്ലേ സി എന്ന് പറയുന്നത്. മീഡിയം കണ്ടുപിടിക്കുമ്പോൾ അങ്ങനെയാണ്, നമുക്കറിയാം സി എന്ന് പറയുന്നത് അങ്ങനെയാണ്, എപ്പോഴും മീഡിയം ക്ലാസ്സിന് തൊട്ട് മുമ്പുള്ള ആ ഒരു ക്ലാസ് ഇൻ്റർവെലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് നമ്മൾ സി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ 35 പ്ലസ് എക്സ് എന്ന് എഴുതണം അല്ലേ. അപ്പോൾ m - e എന്ന് പറയുമ്പോൾ 50 - 35 പ്ലസ് എക്സ്, അത് ബ്രാക്കറ്റിൽ കൊടുക്കണം. അപ്പോൾ ഇത് വെച്ചുകൊണ്ടാണ് നമുക്ക് ഇനി എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത്. എക്സിൻ്റെ വാല്യൂ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് വൈയുടെ വാല്യൂയും കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഇവിടെ നോക്കുക, ബാക്കി എങ്ങനെയാണ് എഴുതുന്നത്. ഇവിടെ നമുക്ക് 50 - 35 പ്ലസ് എക്സ്, അത് നമ്മൾ 50 - 35 - എക്സ് എന്നാവും. അതായത് നമുക്ക് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ബ്രാക്കറ്റിനുള്ളൊരു സംഖ്യ അതിന് തൊട്ട് മുമ്പുള്ള ചിഹ്നം മൈനസ് ആണെങ്കിൽ ബ്രാക്കറ്റിൽ ഉള്ളിലുള്ള സംഖ്യകളുടെ ഇതിൻ്റെയൊക്കെ ചിഹ്നം ഓപ്പോസിറ്റ് ആകും, അത്ര ഓർത്താൽ മതി. അപ്പോൾ 50 - 35 പ്ലസ് എക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മൈനസ് വന്നിരിക്കുന്നത് കൊണ്ട് ബ്രാക്കറ്റിനുള്ള സംഖ്യകൾ ഇവിടെ 35-ന് -35 എന്നാവും, എക്സിന് -x ആവും. ഇവിടെ മൈനസ് വന്നിരിക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ മൈനസ് ആയിരുന്നെങ്കിൽ അത് പ്ലസ് ആകുമായിരുന്നു, അതിൻ്റെ ഓപ്പോസിറ്റ് ചിഹ്നമാകുമായിരുന്നു. ഇവിടെ മൈനസ് ആയിരുന്നെങ്കിൽ, കാരണം ഇവിടെ മൈനസ് വന്നിരിക്കുന്നുണ്ട്, അത് ഓർത്തിരിക്കുക. ഇവിടെ നമുക്ക് പ്ലസ് ആണെങ്കിൽ അതേപോലെ തന്നെ എഴുതിയാൽ മതി. 50 + 35 പ്ലസ് എക്സ് എന്നാണെങ്കിൽ പ്ലസ് വന്നു കഴിഞ്ഞാൽ പിന്നെ 50 + 35 പ്ലസ് എക്സ്, അതേപോലെ ഈ അകത്തിരിക്കുന്നതിന് ഒരു മാറ്റം ഉണ്ടാവില്ല. ഇവിടെ മൈനസ് വന്നിരിക്കുന്നത് കൊണ്ടാണ് അകത്തുള്ളതിന് ഓപ്പോസിറ്റ് ചിഹ്നം ഇടുന്നത് കേട്ടോ. ഇപ്പോൾ എപ്പോഴാണല്ലോ ഓർത്തിരിക്കുക. അപ്പോൾ 50 - 35 അല്ലേ, 50 കഴിഞ്ഞ് -35, ഇവിടെ പ്ലസ് 35 വന്നിരിക്കുന്നത് -35 എന്ന് എഴുതണം. ഇവിടെ പ്ലസ് എക്സ് എന്നായതുകൊണ്ട് -x എന്നാവും അല്ലേ. അപ്പോൾ 50 - 35 - x എന്ന് വരുമ്പോൾ 15 - x എന്ന് വരും. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ L1ഉം L2ഉം ഫ്രീക്വൻസിയൊക്കെ നമ്മൾ ഇങ്ങോട്ട് എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് നോക്കുക, ഇവിടെ കിടക്കുന്ന 30-നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഇപ്പുറത്തെ വശത്തേക്ക് കൊണ്ടുവരാം അല്ലേ. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഒരു 30 പ്ലസ് കിടപ്പുണ്ടല്ലോ, ഈ 30 പ്ലസിന് +30-നെ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ 30 - 30 എന്ന് വരും. അതിനുശേഷം നമുക്ക് ഈ ഒരു 30-നെയും കൂടി നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. ഇവിടെ ഡിവൈഡ് ചെയ്തേക്കും അല്ലേ. അപ്പോൾ ഇവിടെ കൊണ്ടുപോയി നമ്മളതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നല്ലേ. അപ്പോൾ അതാണ് ഇവിടെ അടുത്ത് കാണുന്നത് 30 × 30 - 30. അപ്പോൾ ഇത്രയും 30, ഈ ഇരിക്കുന്ന 30 ഇവിടെ ആഡ് ചെയ്തിരിക്കുന്ന 30-നെ നമ്മൾ ആദ്യം ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ 30 - 30 എന്ന് വരും. പിന്നെ ഈ 30-നെ ഇങ്ങോട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ, ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്കിവിടെ 30 - 30 ഇവിടെ എത്ര കിട്ടും, ഇവിടെ നമുക്ക് 0 എന്ന് കിട്ടും. 0 × 30 എത്ര കിട്ടും, അപ്പോൾ നമുക്ക് വീണ്ടും എത്താണ്ട് 0 ആണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു സംഗതി ഇത് നമുക്ക് ഇല്ലാണ്ടാവും. ബാക്കിയുള്ളത് എത്രയാണ്, 10 × 15 - x അല്ലേ. 10 × 15 - x എവിടെ നിന്നാണ് കിട്ടിയത്, ഇവിടെ നമുക്ക് 30 ഇങ്ങോട്ട് മാറിയപ്പോൾ ബാക്കിയുള്ള ഇത് അല്ലേ, 10 × 15 - x ബാക്കി ഇവിടെ കിടപ്പുണ്ട്, അതിവിടെ വരും. ഇനി ഇതിൽ നിന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. 10 × 15 എന്ന് പറയുമ്പോൾ 150, പിന്നെ 10 × x -10x അല്ലേ. നമ്മൾ പറഞ്ഞ ബ്രാക്കറ്റിലുള്ള സംഖ്യകളെ 2 കൊണ്ടോളും, 2 ഐറ്റത്തെയും പുറത്തുള്ള സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞല്ലേ, മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ. അപ്പോൾ 10 × 15 150, 10 × -x -10x. അപ്പോൾ 150 - 10x എന്നാണ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇനി എന്താണ് ഈക്വൽ ഇതിൻ്റെ ഇപ്പുറത്തേക്ക് നമുക്ക് ഈ ഒരു -10x-നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. -10x-നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് +10x എന്ന് വരും. ഈക്വൽ ടു 150 അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ x = 150 / 10 15 നമുക്ക് കിട്ടും. അപ്പോൾ ഈ 15 കിട്ടുന്നത് എങ്ങനെയാണ്, 15 കിട്ടുന്നത് എക്സിൻ്റെ വാല്യൂ ആണല്ലേ, ആദ്യത്തെ ഫ്രീക്വൻസിയുടെ വാല്യൂ ആണ് 15. ആദ്യത്തെ ഫ്രീക്വൻസിയുടെ വാല്യൂ 15 കൊണ്ട് കൂട്ടിച്ചേർത്തു. നമുക്കറിയാം n എന്ന് പറയുന്നത് ഫ്രീക്വൻസിയുടെ ടോട്ടൽ എത്രയാണ്, ഫ്രീക്വൻസിയുടെ ടോട്ടൽ 100 ആണെന്ന് പറയാം അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ y കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ.
നമുക്ക് ഇതെല്ലാം ബാക്കിയെല്ലാം കൂട്ടുക അല്ലേ, 10 + 15 + 25 + 30 + 10 എല്ലാം കൂട്ടിയിട്ട് അത് 100-ൽ നിന്ന് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് വൈയുടെ വാല്യൂ കിട്ടും അല്ലേ. അപ്പോൾ അങ്ങനെ വൈയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. നോക്കുക, വൈ എന്ന് പറഞ്ഞാൽ 100-ൽ നിന്ന് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം കൂട്ടിയിട്ട് കുറയ്ക്കുന്നതാണ് അല്ലേ. ബാക്കിയുള്ള എല്ലാ ഐറ്റംസും നമുക്ക് കിട്ടും, ഇത്രയും ഐറ്റംസ് അല്ലേ, ഇൻക്ലൂഡിങ് നമ്മൾ പുതിയതായിട്ട് കണ്ടുപിടിച്ച ഫ്രീക്വൻസി ഉൾപ്പെടെ നമ്മൾ എന്ത് ചെയ്യുന്നു, 100-ൽ നിന്ന് കുറയ്ക്കുന്നു. അപ്പോൾ 100 - 90 വരും, 10 ഇവിടെ വരുന്നത് അല്ലേ. ആ 10 നമുക്ക് വൈയുടെ കോളത്തിലേക്ക് എഴുതിയിട്ട് ടോട്ടൽ ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം 100 തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പോൾ വൈയുടെ വാല്യൂ നമുക്ക് കണ്ടെത്താൻ സാധിച്ചു. അപ്പോൾ ഫ്രീക്വൻസി ഓഫ് ദി ക്ലാസ് നമുക്ക് ഈ 10, 20ൻ്റെ ഫ്രീക്വൻസി എത്രയാണ്, 15. നമ്മൾ ആദ്യം കണ്ടുപിടിച്ചിരിക്കുന്ന ആ ഒരു എക്സിൻ്റെ വാല്യൂ അല്ലേ. രണ്ടാമത് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന വൈയുടെ വാല്യൂ അല്ലേ. അപ്പോൾ 40, 50ൻ്റെ ഫ്രീക്വൻസി ക്ലാസ് 10. ഇപ്പോൾ വൈയുടെ വാല്യൂ, എക്സിൻ്റെ വാല്യൂ, മിസ്സിംഗ് ഫ്രീക്വൻസിയും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇതേ രീതിയിലാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ സ്വന്തമായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ക്ലാസ് കണ്ട് മനസ്സിലാക്കുകയും ഒപ്പം തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് നിങ്ങളിതിനെ 2-3 പ്രാവശ്യം ചെയ്ത് പഠിക്കുകയും ചെയ്യുക. ചെയ്തു വരുന്ന രീതി നിങ്ങൾക്ക് പരിചിതമല്ലാത്തതാണെങ്കിൽ അത് പ്രാക്ടീസിലൂടെ നേടിയെടുക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.